Okay, all of you mark your attendance. Okay, mark your attendance now. അപ്പോൾ 8th ലെസൺ നീർത്തുള്ളിക്കുമുണ്ട് കഥ പറയാൻ. ഇതായിരുന്നു നമ്മൾ പഠിച്ചത്. നീര് ജലമാണെന്ന് പറഞ്ഞു. വെള്ളത്തിനുമുണ്ട് എന്ത് കഥ പറയാൻ അല്ലേ? വെള്ളത്തിന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഇട്ടോളാം കേട്ടോ, കുഴപ്പമില്ലേ? അതിനു മുമ്പ് 7ാം പാഠത്തിൽ 8ാമത്തെ ആക്ടിവിറ്റി ചൊല്ല് കണ്ടെത്താം. അത് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ കണ്ടെത്തി എഴുതിട്ട് വരുന്ന. മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും എന്നുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു മലയാള മാസങ്ങൾ വെച്ച് ചൊല്ലുകൾ കണ്ടെത്താൻ പറഞ്ഞു. ഓക്കെ, എത്ര പേര് കണ്ടെത്തി? ഞാൻ കണ്ടെത്തി. നെക്സ്റ്റ് നവമി. അടുത്തത് നവമി സെൽനി മാത്രാണ് അത് ചെയ്തത്. വേറെ ആരും ചെയ്തില്ല? യെസ്, സെല്ല ഒന്ന് വായിച്ച് കേട്ടോളെ നിങ്ങള്. ബാക്കിയുള്ളവര് ഒരു വർക്കും ചെയ്യാതെ ഇങ്ങനെ വരും അല്ലേ? വായിക്കട്ടെ? വായിക്കും. സെല്ല വായിക്കും. ചൊല്ല് കണ്ടെത്താം. തുലാപ്പത്ത് കഴിഞ്ഞാൽ പിലാപ്പൊത്തിലും കിടക്കാം. മഴ പെയ്താൽ കുപ്പയില് മാണിക്യം. മേടം തെറ്റി. മിഥുനം കഴിഞ്ഞു വ്യാസനം തീർന്നു. കർക്കിടകത്തിൽ പട്ടിണി കിടന്നതും പുത്തിരി കഴിഞ്ഞാൽ മറത്തത്. ഓക്കെ, വെരി ഗുഡ് സെൽന. 4 എണ്ണം അവള് വായിച്ചു ഇപ്പൊ അല്ലേ? വെരി ഗുഡ്. ഓക്കെ, അതുപോലെ ഞങ്ങളോട് ഞാൻ പറഞ്ഞു മലയാളം മാസങ്ങൾ എഴുതാൻ പറഞ്ഞു. എത്ര പേര് എഴുതിയിട്ടുണ്ടത്? അതും ഈ 2 കുട്ടികളാണോ എഴുതിയത്? ദൈവമേ, അതൊന്ന് കലണ്ടർ. ഷഹ്മ ചെയ്തോ? ഷഹ്മ. ഓക്കെ, വെരി ഗുഡ്. കലണ്ടർ എടുത്ത് മുന്നിൽ വെച്ചിട്ടൊന്ന് എഴുതാനാണ് അത് പറഞ്ഞത്. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ഒന്നും ബുദ്ധിമുട്ടില്ല അല്ലേ? ഓക്കെ, നവമി വായിച്ച. നവമി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ എഴുതിയെടുക്കാം കേട്ടോ അതിന്റെ കൂടെ. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി കണ്ടുപിടിച്ച് എഴുതുക. മലയാളം. ഓക്കെ, നവമി വായിച്ചേ മോളെ. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, എടവം, മിഥുനം, കർക്കിടകം. ഇതാണ് മലയാള മാസങ്ങൾ. തന്നെ എഴുതിയെടുക്കണം. ഞാൻ എഴുതി തരില്ല കേട്ടോ. എന്നിട്ടും കിട്ടാത്തവരുണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ചു ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്താ? ചൊല്ല് കണ്ടെത്താന്നുള്ളത് നവമി വായിച്ച. നവമി എന്തൊക്കെ എഴുതി? നവമി കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം തീർന്നു. ഇടവപ്പാതി കഴിഞ്ഞാൽ ഇടവഴിയിലും വെള്ളം. ഇടവപ്പാതി കഴിഞ്ഞാൽ ഇടവഴിയിലും വെള്ളം. പിന്നെ മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും. പിന്നെ സെല്ലിന് എഴുതിയ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോ അതിൽ നമ്മൾ അത് ഫിനിഷ് ആയതാണ്. എല്ലാ മക്കളും അത് എഴുതിയിട്ട് മിസ്സിനൊന്ന് സെൻഡ് ചെയ്യണം, ബാക്കിയുള്ളവർ മുഴുവൻ. അപ്പൊ നമ്മൾ ഇന്നലെ 2 പാരഗ്രാഫ്, ഒരു പാരഗ്രാഫ് അല്ലേ? ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് അടുത്ത പാരഗ്രാഫ് നമുക്ക് നോക്കാം അല്ലേ? എന്താ പറഞ്ഞത് നമ്മള്? നീർത്തുള്ളിക്കുമുണ്ട് കഥ പറയാൻ. നീര് ജലം. അപ്പൊ വെള്ളത്തുള്ളിക്ക്, ജലത്തിന്റെ തുള്ളി, വെള്ളത്തുള്ളി. പറഞ്ഞോ, എന്താണ്? എനിക്ക് റേഞ്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പഴാ ക്ലാസ് കിട്ടിയേ. അതെ അല്ലേ? ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അല്ലെ? അപ്പൊ നീർത്തുള്ളിക്കുമുണ്ട് കഥ പറയാന്ന് പറഞ്ഞു അല്ലെ? വെള്ളത്തുള്ളിക്കുമുണ്ട് കഥ പറയാൻ. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ആദ്യം പോലത്തെ ഫസ്റ്റ് പാരഗ്രാഫ് മുതൽ ഒന്ന് മിസ് വായിക്കാം. ശ്രദ്ധിച്ചു കേൾക്കോ നിങ്ങൾ. തോട്ടത്തിൽ പൂ പറിച്ചു നിൽക്കുകയായിരുന്നു മാളു. വെള്ളക്കാരി എന്നാണ് കൂട്ടുകാർ അവളെ കളിയാക്കി. എന്തായിരുന്നു കളിയാക്കി വിളിച്ചത്? മാളുവിനെ കൂട്ടുകാരി. മാളുവിനെ വെള്ളക്കാരി എന്ന് വിളിച്ച് കളിയാക്കാൻ കാരണമെന്ന് എന്താണ്? മാളുവിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. കാരണം അവൾക്ക് വെള്ളത്തോട് അത്രമാത്രം സ്നേഹമായിരുന്നു. അവൾ ഒരുപാട് നേരം വെള്ളം കോരി കളിക്കും അല്ലെ? അതുകൊണ്ടാണ് എന്ത് വെള്ളക്കാരി എന്ന് മാളുവിനെ വിളിച്ചത്. പേജ് നമ്പർ എത്ര? പേജ് നമ്പർ 34. 34ൽ 8th ലെസൺ ആണ് നമ്മൾ വായിക്കുന്നത് ഇപ്പോ കേട്ടോ.
ഓക്കെ 34. അപ്പൊ അവൾ ഒരുപാട് നേരം വെള്ളം കോരിക്കളിക്കും. പല്ല് തേക്കാൻ പോയാൽ വെള്ളം കവിൾ കൊണ്ട് മേൽപോട്ട് തുപ്പി ഒരു മഴവില്ലെങ്കിലും സൃഷ്ടിക്കാതെ അവൾക്ക് സമാധാനമാവില്ല. അന്ന് പൂ പറിക്കുന്നതിനിടയിൽ മാളുവിന് അത്ഭുതകരമായ ഒരു അനുഭവം ഉണ്ടായി. ചേമ്പിലെ തങ്ങി നിന്ന വെള്ളത്തുള്ളി അവളുടെ ശ്രദ്ധ ആകർഷിച്ചു. നല്ല വെള്ളി പോലെ തിളങ്ങുന്ന വെള്ളം. മാളു ആനന്ദത്തോടു കൂടി നോക്കി നിന്നു. അത്ഭുതം! പെട്ടെന്ന് ആ വെള്ളം സംസാരിച്ചു തുടങ്ങി. പതുങ്ങിയ സ്വരത്തിൽ അതിങ്ങനെ പറഞ്ഞു: വെള്ളക്കാരി, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂട്ടുകാരിയാണ് എന്ന് പറഞ്ഞു. അല്ലെ, ചേമ്പിലേ കണ്ട വെള്ളത്തുള്ളി മാളുവിനോട് ഇങ്ങനെ പറഞ്ഞു. എന്ത് പറഞ്ഞു? വെള്ളക്കാരി, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂട്ടുകാരിയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിച്ചേ. വെള്ളത്തുള്ളിയുടെ മധുരസ്വരം കേട്ട് മാളുവിന് അതിശയമായി. അവൾ അടുത്തുള്ള ഒരു മരത്തിൽ ചാരി നിന്നു. വെള്ളത്തുള്ളി തന്റെ കഥ പറഞ്ഞു തുടങ്ങി. അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിലായിരുന്നു എന്റെ ജനനം. അന്ന് വളരെ സുന്ദരിയായിരുന്നു ഞാൻ. അതുകൊണ്ട് നക്ഷത്രങ്ങൾക്ക് പോലും എന്നോട് അസൂയ തോന്നിയിരുന്നു. പക്ഷേ ഹിമാലയത്തിലെ ജീവിതം അധികം നീണ്ടു നിന്നില്ല. അവിടെ നിന്ന് ഞാൻ കൂട്ടുകാരുമായി വഴുതി ഇറങ്ങിപ്പോയി. ഞങ്ങൾ പാറക്കൂട്ടങ്ങളിൽ ചിന്നിച്ചിതറി, ഒരുപാട് കുഴികളിൽ വീണു. പടുകുഴിയിലും അതിൻ്റെതായ സുഖമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു നാൾ എനിക്ക് ഒരു ഇളക്കം നേരിട്ടു. എന്റെ മുമ്പിലെ കൂട്ടുകാർ മുന്നോട്ട് പോയതായിരുന്നു കാരണം. ഞാനും അവരോടൊപ്പം സഞ്ചരിച്ചു. എന്താ വെള്ളത്തുള്ളി പറഞ്ഞത്? വെള്ളത്തുള്ളിയുടെ മധുരസ്വരം കേട്ട് മാളുവിന് അതിശയമായി. എന്താ പറഞ്ഞ വെള്ളത്തുള്ളി ആദ്യം? വെള്ളക്കാരി, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞു. അല്ലെ, ഈ മധുരസ്വരം കേട്ട് മാളുവിന് അതിശയമായി. അല്ലെ, അവൾ അടുത്തുള്ള ഒരു മരത്തിൽ ചാരി നിന്നു. വെള്ളത്തുള്ളി തന്റെ കഥ പറഞ്ഞു തുടങ്ങി. എന്താ പറഞ്ഞു നോക്കാം. അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിലായിരുന്നു എന്റെ ജനനം. എവിടെയായിരുന്നു വെള്ളത്തുള്ളിയുടെ ജനനം? ഹിമാലയത്തിലായിരുന്നു വെള്ളത്തുള്ളിയുടെ ജനനം. അന്ന് അവള് വളരെ സുന്ദരിയായിരുന്നു. അല്ലെ, എന്താ പറഞ്ഞ? അന്ന് വളരെ സുന്ദരിയായിരുന്നു ഞാൻ. ആര്? വെള്ളത്തുള്ളി. അതുകൊണ്ട് നക്ഷത്രങ്ങൾക്ക് പോലും എന്നോട് അസൂയ തോന്നുന്നു. അല്ലെ, ഒരാൾ സുന്ദരിയാണെങ്കിൽ എന്തുണ്ടാവും? മറ്റുള്ളവർക്ക് അസൂയ തോന്നും. അല്ലെ, നല്ല സുന്ദരിയാണെങ്കിൽ. അല്ലെ, നമുക്ക് ഒരുപാട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നല്ല കഴിവുകൾ ഉണ്ടെങ്കിലൊക്കെ എന്തുണ്ടാവും? മറ്റുള്ളവർക്ക് അസൂയ തോന്നും. അല്ലെ, അപ്പൊ ആ അസൂയ തോന്നി. അത്രയും സുന്ദരിയായിരുന്നു ആര്? വെള്ളത്തുള്ളി എന്നാണ് വെള്ളത്തുള്ളി പറയുന്നത്. അപ്പോ പക്ഷെ ഹിമാലയത്തിലെ ജീവിതം അധികം നീണ്ടു നിന്നില്ല. അവിടെ അധികം നീണ്ടു നിന്നില്ല. അവളുടെ ജീവിതം അവിടെ അധികം നീണ്ടു നിന്നില്ല. അവിടെ നിന്ന് ഞാൻ കൂട്ടുകാരുമായി വഴുതി ഇറങ്ങിപ്പോയി. അല്ലേ, ഹിമാലയത്തിന് വഴുതി ഇറങ്ങി താഴേക്ക് വന്നു. പിന്നെയോ, ഞങ്ങൾ പാറക്കൂട്ടങ്ങളിൽ ചിന്നിച്ചിതറി. പാറക്കൂട്ടങ്ങളിൽ ചിന്നിച്ചിതറി പറഞ്ഞ എന്താ? വെള്ളത്തുള്ളി പാറക്കൂട്ടങ്ങളിലൊക്കെ വീഴില്ലേ? ചിന്നിച്ചിതറി. എവിടെ നിന്നൊക്കെ ഉണ്ടോ മഴ പെയ്യുമ്പോ? ഇല്ല, അല്ലെ. പിന്നെ ഒരുപാട് കുഴികളിൽ വീണു. കുഴികളിലൊക്കെ വീണിട്ട് അവിടെ കുളങ്ങളുണ്ട്, സമുദ്രങ്ങൾ. അവിടെ എല്ലാം ആരാ ഉള്ളത്? വെള്ളത്തുള്ളി ഇല്ലേ? അതാ പറഞ്ഞ കുഴികളിൽ വീണു. പടുകുഴിയിലും വലിയ കുഴിയിലും അതിൻ്റെതായ സുഖമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അല്ലെ, വലിയ സമുദ്രങ്ങളിലും കുളങ്ങളിലും തോടുകളിലുമായി വെള്ളത്തുള്ളി ഇങ്ങനെ നിന്നു. അല്ലെ, അവിടെയും നല്ല സുഖമുണ്ടെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. അപ്പൊ ഹിമാലയത്തിൽ എല്ലാവരും വിചാരിച്ചു അതാണ് എനിക്ക് ഏറ്റവും നല്ല സ്ഥലം. അല്ലെ, ഒരു നാൾ എനിക്ക് ഒരു ഇളക്കം നേരിട്ടു. എന്റെ മുമ്പിലെ കൂട്ടുകാർ മുന്നോട്ട് പോയതായിരുന്നു കാരണം. ഞാനും അവരോടൊപ്പം അങ്ങനെ സഞ്ചരിച്ചു. അപ്പോ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. അല്ലെ വെള്ളത്തുള്ളി. എന്നിട്ടോ അന്നേരം ആര് ചോദിച്ചു? മാള് ചോദിക്കാൻ ഇങ്ങനെ കഥ പറഞ്ഞു തുടങ്ങിയത്. അപ്പോ എന്നിട്ട് എന്ന് ചോദിച്ചു. കഥ മുഴുവൻ കേൾക്കാൻ മാളുവിന് തിടുക്കമായി. മഴത്തുള്ളി കഥ തുടർന്നു. അങ്ങനെ എത്രയോ കാലം ഞങ്ങൾ സഞ്ചരിച്ചു. ഒരു നാൾ ഞാൻ കണ്ടത് അനേകം പേർ ഒരിടത്ത് മുങ്ങിപ്പൊങ്ങുന്നതാണ്. അവരെല്ലാം ഞങ്ങളെ ഭക്തിപൂർവം ആരാധിച്ചു. എനിക്ക് അഭിമാനം തോന്നി. ഓക്കെ, എന്താ പറഞ്ഞേ? എന്നിട്ടോ നീച്ചു. കഥയില് പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് എന്നിട്ടോ. നമ്മൾ ചോദിക്കും അല്ലെ, ഇപ്പൊ ഒരാൾ നമ്മളോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടക്ക് നിർത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. എന്നിട്ടോ എന്ന് ചോദിക്കും അല്ലെ. ഇപ്പൊ കഥ പറഞ്ഞു തരുന്നവരോട് നമ്മൾ ചോദിക്കും എന്നിട്ടോ, എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോ കഥ മുഴുവൻ കേൾക്കാൻ മാളുവിന് തിടുക്കമായി. ഭയങ്കര വെപ്രാളായി. അല്ലെ, എന്താണ് കഥ, എങ്ങനെയാണ് പോകുന്നത്? മഴത്തുള്ളി കഥ തുടർന്നു. അങ്ങനെ എത്രയോ കാലം ഞങ്ങൾ സഞ്ചരിച്ചു. ഒരു നാൾ ഞാൻ കണ്ടത് അനേകം പേർ ഒരിടത്ത് മുങ്ങിപ്പൊങ്ങുന്നതാണ്. അതെന്താ കണ്ടത്? മുങ്ങിപ്പൊങ്ങുന്നത്? അനേകം പേർ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത്. ആര്?
ഗംഗാനദിയിൽ അനേകം പേര് വള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് മനുഷ്യര് കണ്ടിട്ടുണ്ടാവും അല്ലെ? അനേകം പേരുടെ മുങ്ങിപ്പോകുന്നതാണ്. അവരെല്ലാം ഞങ്ങളെ ഭക്തിപൂർവ്വം ആരാധിച്ചു അല്ലെ? ഗംഗയിലാണ്. അതുകൊണ്ട് അവരൊക്കെ എന്താണ്, വെള്ളത്തില് നല്ല ശുദ്ധമായ ജലമാണെന്ന് പറഞ്ഞ് അതില് മുങ്ങിപ്പൊങ്ങി. അവരൊക്കെ ഇങ്ങനെ ഭക്തിപൂർവ്വം ആരാധിച്ചു. എനിക്ക് അഭിമാനം. അന്ന് വെള്ളത്തുള്ളിക്ക് എന്ത് തോന്നി? അഭിമാനം തോന്നി. അപ്പോൾ നിങ്ങൾ ചെന്ന് ചേർന്നത് ഗംഗാനദിയിലായിരുന്നു അല്ലേ? അപ്പൊ ഗംഗാനദിയിലാണ് മുങ്ങിപ്പോകുന്നുണ്ടായിരുന്നത് അല്ലെ? അപ്പൊ അവിടെയായിരുന്നു ആ വെള്ളത്തുള്ളി ഉണ്ടായിരുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് എനിക്ക് എല്ലാരും മുങ്ങിപ്പോകുന്ന കാണുമ്പോ എനിക്ക് അഭിമാനമായി അല്ലെ? എല്ലാരും ആരാധിക്കുന്ന കണ്ടിട്ട്. അപ്പൊ മാള് ചോദിച്ചു, അതെ, ഞാൻ സന്തോഷം കൊണ്ട് അലകളിൽ മുങ്ങിയും പൊങ്ങിയും ചാഞ്ചാടി. അവിടെ ഇനിയും ജീവിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കൂട്ടുകാർക്കൊപ്പം വീണ്ടും സഞ്ചരിക്കേണ്ടി. വെള്ളത്തുള്ളി കുറേ ഉണ്ടല്ലേ, ഒരാൾ മാത്രമല്ലല്ലോ, ഒരാളാണ് ഈ കഥ പറയുന്നത്. അപ്പൊ കൂട്ടുകാർ പറഞ്ഞാല് വെള്ളത്തുള്ളി മറ്റുള്ള വെള്ളത്തുള്ളികളൊക്കെ അല്ലേ? അങ്ങനെ അവിടെ ഇനിയും ജീവിക്കണമെന്ന് ഉണ്ടായിരുന്നു. ആർക്ക്? ഈ പറഞ്ഞ വെള്ളത്തുള്ളി. പേജ് നമ്പർ എത്ര? പേജ് നമ്പർ 35. ഓക്കെ, ഇപ്പൊ കേറിയതാണോ? അപ്പൊ ഇനിയും ജീവിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കൂട്ടുകാർക്കൊപ്പം വീണ്ടും സഞ്ചരിക്കേണ്ടി വന്നു. ഇടയ്ക്ക് ചുഴികളിൽപ്പെട്ട് വട്ടം കറങ്ങിയും വൃക്ഷങ്ങൾ പൊഴിച്ച പൂക്കളിൽ കയറി വിശ്രമിച്ചു. ഞാൻ ഒരുപാട് സഞ്ചരിച്ചു അല്ലെ? പൂക്കൾ വെള്ളത്തിൽ വീണാൽ എങ്ങനെയായിരിക്കും? ആ വെള്ളത്തിൽ ഉണ്ടാവും ഒരു വെള്ളത്തുള്ളി അല്ലെ? അതാ പറഞ്ഞേ, പൂക്കളിൽ കയറി വിശ്രമിച്ചും ഇടയ്ക്ക് ചുഴികളിൽപ്പെട്ട് വട്ടം കറങ്ങിയും വൃക്ഷങ്ങൾ പൊഴിച്ച പൂക്കളിൽ കയറി വിശ്രമിച്ചു ഞാൻ ഒരുപാട് സഞ്ചരിച്ചു. അങ്ങനെ ഒരുപാട് വെള്ളത്തുള്ളി ഇങ്ങനെ സഞ്ചരിച്ചു. സഞ്ചാരത്തിനിടയിൽ ദൂരെ നിന്ന് വലിയ ഇരമ്പൽ കേട്ടു. ഇരമ്പലിന്റെ മാധുര്യം ആസ്വദിച്ച് മുന്നോട്ട് പോകവേ അത് അടുത്തു വരുന്നതായി അനുഭവപ്പെട്ടു. ഞാൻ ചുറ്റും നോക്കി. എന്തു പറയാൻ, എങ്ങും നീല നിറം. എന്റെ ശരീരത്തിൽ ഉപ്പ് രസം കലർന്നു. അതെവിടുന്ന ഉപ്പ് രസം കലരുന്നത് ഈ വെള്ളത്തിന്? രസം കലർന്ന വലിയ നീല സാഗരം അല്ലെ? അപ്പൊ കടൽ വെള്ളത്തിലായിരുന്നു അപ്പോഴും വെള്ളത്തുള്ളി ഉണ്ടായിരുന്നത്. അതാ പറഞ്ഞ എന്റെ ശരീരത്തില് ഉപ്പ് രസം കലർന്നു. അലയായും നുരയായും ഞാൻ ആഹ്ലാദിച്ചു അല്ലേ? കാരണം എങ്ങനെയാ കടലില് അലയും നുരയും ഒക്കെ തിരമാലകളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഇങ്ങനെ ആഹ്ലാദിച്ച് മുന്നോട്ട് പോയി. അവിടെ എന്തെല്ലാം വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ്! നാനാവർണ്ണത്തിലുള്ള പലതരം ജീവികളെ ഞാൻ കണ്ടു അല്ലെ? നാനാവർണ്ണം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള, പല നിറത്തിലുള്ള വർണ്ണത്തിലുള്ള പലതരം ജീവികളെ ഞാൻ കണ്ടു. കരയിലേക്ക് ഇരച്ചു കയറിയും കടലിലേക്ക് തിരിച്ചു പോന്നും ഒരുപാട് കാലം ഞാൻ കളിച്ചു. എങ്ങനെയാ കടലിലെ തിരമാല? വെള്ളത്തുള്ളി ഇരച്ച് കരയിലേക്ക് കയറും, പിന്നെ അതുപോലെ തിരിച്ചു പോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതാ പറഞ്ഞ അങ്ങനെ രസം കലർന്ന ജലത്തോടുകൂടി അവിടെ കഴിഞ്ഞു, അവിടെ കടലിൽ അല്ലേ വെള്ളത്തുള്ളി. പിന്നെന്താ പറഞ്ഞ അടുത്തേ? എമി എന്തൊക്കെയുണ്ട്? എമി ഹാപ്പി ബർത്ത്ഡേ. എമി അതാ ലേറ്റ് ആയത് ക്ലാസ്സിന് ഏറെ അല്ലേ? എല്ലാരും വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിൽ മിസ് കണ്ടു അല്ലേ? എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാവും ഇന്നല്ലേ എമി? ഞാൻ കണ്ടു, വലിയ കേക്കും ഒക്കെ കണ്ടു അല്ലേ എമി? എമി അതുകൊണ്ട് ലേറ്റ് ആയിപ്പോയി ഇന്ന്. നാനാവർണ്ണം എന്ന് പറഞ്ഞാൽ നിറം, പലതരം ജീവികളെ ഞാൻ കണ്ടു. കരയിലേക്ക് ഇരച്ചു കയറിയും കടലിലേക്ക് തിരിച്ചു പോന്നും ഒരുപാട് കാലം ഞാൻ കളിച്ചു. ഒരു ദിവസം എന്റെ ശരീരത്തിന് ചൂട് തോന്നി. അത് കട്ടി കൂടി വന്നു. ഞാൻ ശക്തിയില്ലാതെ മേലോട്ട് ഉയർന്നു. മേലെ എന്നെ പോലെ നിരവധി പേർ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാറ്റ് വീശി. ആ കാറ്റിൽപ്പെട്ട് ഞങ്ങൾ അനേക നാഴിക ആകാശത്തൂടെ സഞ്ചരിച്ചു അല്ലേ? വെള്ളം നീരാവിയായി മേലോട്ട് കയറിയ അതാ പറഞ്ഞ വെള്ളത്തുള്ളി എവിടെ പോയി? മേലോട്ട് ഉയർന്നു അല്ലെ? പിന്നെ എന്നെ പോലെ നിരവധി പേർ അവിടെ കുറേ വെള്ളത്തുള്ളികൾ ഉണ്ടായിരുന്നു ഇതുപോലെ. അപ്പോൾ കാറ്റ് വീശി. ആ കാറ്റിൽപ്പെട്ട് ഞങ്ങൾ അനേക നാഴിക ആകാശത്തൂടെ സഞ്ചരിച്ചു അല്ലെ? സഞ്ചരിച്ചിട്ടോ അപ്പൊ എന്തായത്? അവര് മേഘങ്ങളായി തീർന്നു അല്ലെ? അതാ അടുത്തതിൽ എന്താ മാള് പറയുന്നേ? നിങ്ങൾ മേഘമായി തീർന്നു അല്ലേ? മാളു കൗതുകത്തോടെ ചോദിച്ചു. അങ്ങനെ വെള്ളമേഘങ്ങളായി സഞ്ചരിക്കുമ്പോഴുള്ള ആനന്ദം എത്രയാണെന്നോ! അങ്ങനെ സഞ്ചരിച്ച് ഞങ്ങൾ ഒരു കടലിന് മുകളിലെത്തി അല്ലെ? മേഘങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ച് ഒരു കടലിന് മുകളിലെത്തി. എന്നിട്ട് എന്തായി? അത്ര വെണ്മയുള്ള ഒരു പ്രദേശം ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. സുന്ദരമായ കാഴ്ചകൾ കണ്ട് നീങ്ങുമ്പോൾ കുറെ പക്ഷികൾ എന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ച് പാടുന്നത് കേട്ടു. അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ എനിക്ക് മനോഹരമായ നിറം നൽകി.
സന്ധ്യ കഴിഞ്ഞു. കാറ്റില്ലാത്തതിനാൽ ഞങ്ങൾ ആകാശത്ത് നിശ്ചലരായി. അല്ലെ, കാറ്റില്ലാത്തതുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റാതെ അവിടെ ആകാശത്ത് നിശ്ചലരായി നിന്നു. അല്ലെ, അനങ്ങാൻ കഴിയാത്തവരായി നിന്നു. ഓക്കെ, അപ്പൊ അത്ര വരെ ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, അപ്പൊ വെള്ളത്തുള്ളി അനേകം സ്ഥലത്തെത്തി ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നില്ലേ? ഓരോ പാരഗ്രാഫിലും ഓരോ കാര്യങ്ങളായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വായിച്ച കാര്യങ്ങൾ മിസ് ഒന്നുകൂടി വായിക്കാം. ഓക്കെ, ഇന്ന് പഠിച്ച കാര്യങ്ങൾ. വെള്ളത്തുള്ളിയുടെ മധുരസ്വരം കേട്ട് മാളുവിന് അതിശയമായി. അവൾ അടുത്തുള്ള ഒരു മരത്തിൽ ചാരി നിന്നു. വെള്ളത്തുള്ളി തന്റെ കഥ പറഞ്ഞു തുടങ്ങി. അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിലായിരുന്നു എന്റെ ജനനം. അന്ന് വളരെ സുന്ദരിയായിരുന്നു ഞാൻ. അതുകൊണ്ട് നക്ഷത്രങ്ങൾക്ക് പോലും എന്നോട് അസൂയ തോന്നിയിരുന്നു. പക്ഷെ ഹിമാലയത്തിലെ ജീവിതം അധികം നീണ്ടു നിന്നില്ല. അവിടെ നിന്ന് ഞാൻ കൂട്ടുകാരുമായി വഴുതി ഇറങ്ങിപ്പോയി. ഞങ്ങൾ പാറക്കൂട്ടങ്ങളിൽ ചിന്നിച്ചിതറി. ഒരുപാട് കുഴികളിൽ വീണു. പടുകുഴിയിലും അതിൻ്റെതായ സുഖമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു നാൾ എനിക്ക് ഒരു ലക്കം നേരിട്ടു. എന്റെ മുമ്പിലെ കൂട്ടുകാർ മുന്നോട്ട് പോയതായിരുന്നു കാരണം. ഞാനും അവരോടൊപ്പം സഞ്ചരിച്ചു. എന്നിട്ട് കഥ മുഴുവൻ കേൾക്കാൻ മാളുവിന് തിടക്കമായി. മഴത്തുള്ളി കഥ തുടർന്നു. അങ്ങനെ എത്രയോ കാലം ഞങ്ങൾ സഞ്ചരിച്ചു. ഒരു നാൾ ഞാൻ കണ്ടത് അനേകം പേർ ഒരിടത്ത് മുങ്ങിപ്പൊങ്ങുന്നതാണ്. അവരെല്ലാം ഞങ്ങളെ ഭക്തിപൂർവം ആരാധിച്ചു. എനിക്ക് അഭിമാനം തോന്നി. അപ്പോൾ നിങ്ങൾ ചെന്ന് ചേർന്ന ഗംഗാനദിയിലായിരുന്നു അല്ലേ? മാളു ചോദിച്ചു. അതെ, ഞാൻ സന്തോഷം കൊണ്ട് അലകളിൽ മുങ്ങിയും പൊങ്ങിയും ചാഞ്ചാടി. അവിടെ ഇനിയും ജീവിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കൂട്ടുകാർക്കൊപ്പം വീണ്ടും സഞ്ചരിക്കേണ്ടി വന്നു. ഇടയ്ക്ക് ചുഴികളിൽപ്പെട്ട് വട്ടം കറങ്ങിയും വൃക്ഷങ്ങൾ പൊഴിച്ച പൂക്കളിൽ കയറി വിശ്രമിച്ചു ഞാൻ ഒരുപാട് സഞ്ചരിച്ചു. സഞ്ചാരത്തിനിടയിൽ ദൂരെ നിന്ന് വലിയ ഇരമ്പൽ കേട്ടു. ഇരമ്പലിന്റെ മാധുര്യം ആസ്വദിച്ച് മുന്നോട്ട് പോകവേ അത് അടുത്തു വരുന്നതായി അനുഭവപ്പെട്ടു. ഞാൻ ചുറ്റും നോക്കി. എന്തു പറയാൻ, എങ്ങും നീല നിറം. എന്റെ ശരീരത്തിൽ ഉപ്പുരസം കലർന്നു. അലയായും നുരയായും ഞാൻ ആഹ്ലാദിച്ചു. അവിടെയെല്ലാം വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ്. നാനാവർണ്ണത്തിലുള്ള പലതരം ജീവികളെയും ഞാൻ കണ്ടു. കരയിലേക്ക് ഇരച്ചു കയറിയും കടലിലേക്ക് തിരിച്ചു പോന്നും ഒരുപാട് കാലം ഞാൻ കളിച്ചു. ഒരു ദിവസം എന്റെ ശരീരത്തിന് ചൂട് തോന്നി. അത് കൂടിക്കൂടി വന്നു. ഞാൻ ശക്തിയില്ലാതെ മേലോട്ടുയർന്നു. മേലെ എന്നെ പോലെ നിരവധി പേർ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാറ്റ് വീശി. ആ കാറ്റിൽപ്പെട്ട് ഞങ്ങൾ അനേകം നാഴിക ആകാശത്തുകൂടെ സഞ്ചരിച്ചു. നിങ്ങൾ മേഘമായി തീർന്നു അല്ലേ? മാളു കൗതുകത്തോടെ ചോദിച്ചു. അതെ, പിന്നീട് പക്ഷികൾ പറഞ്ഞാണ് അതെനിക്ക് മനസ്സിലായി. അവിടെ അമ്മ പറഞ്ഞോ? ഇല്ല, വായിക്കണം. അപ്പോ നിങ്ങൾ മേഘമായി തീർന്നു അല്ലേ? മാളു കൗതുകത്തോടെ ചോദിച്ചു. അതുവരെയാണ് നമ്മൾ ഇന്ന് പഠിച്ച ഭാഗങ്ങൾ. ഓക്കെ, മനസ്സിലാവുന്നില്ല മക്കളെ? അതെ, ഓക്കെ, ഒന്ന് വായിച്ചോ ആരെങ്കിലും ഒരാള്? വേഗം വായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ജോഹാനക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ? അൺമ്യൂട്ട് ആയിനിപ്പം. അൺമ്യൂട്ട് ആക്കും മോളെ. യെസ്, ആദ്യം മ്യൂട്ട് ആക്കി. അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്ത് ഉടനടി നീ മ്യൂട്ട് ആക്കുന്നുണ്ടടാ. അയ്യോ പോയി. ആദ്യം അൺമ്യൂട്ട് ചെയ്തേ. മതി. പിന്നെ ഇതിന് മ്യൂട്ട് ആക്കുന്ന വീണ്ടും. യെസ്, അൺമ്യൂട്ട് ചെയ്തേ. പ്ലീസ് അൺമ്യൂട്ട് ജോഹാന. അൺമ്യൂട്ട് ആക്കുന്ന അതേപടി മ്യൂട്ടും ആക്കുന്നുണ്ട് ജോഹാന. ഓക്കെ, ഏഞ്ചൽ വായിച്ചു. തൊട്ടാണോ ആദ്യം തൊട്ടാണോ? എല്ലാവരും പകുതിക്കുമുണ്ട്. തോട്ടത്തിൽ മാളു. വെള്ളക്കാരി എന്നാണ് കൂട്ടുകാർ അവളെ കളിയാക്കി വിളിച്ചിരുന്നത്. അത് കേൾക്കുന്നത് മാളുവിന് ഇഷ്ടമായിരുന്നു. കാരണം അവൾക്ക് വെള്ളത്തോട് അത്രമാത്രം സ്നേഹമായിരുന്നു. അവൾ ഒരുപാട് നേരം വെള്ളം കോരി കളിക്കും. പല്ലു തേക്കാൻ പോയാൽ വെള്ളം കവിളിൽ കൊണ്ട് മേൽപോട്ട് തുപ്പി ഒരു മഴവില്ലെങ്കിലും സൃഷ്ടിക്കാതെ അവൾക്ക് സമാധാനമാവില്ല. അന്ന് പൂ പറിക്കാനിടയിൽ മാളുവിന് അത്ഭുതകരമായ ഒരു അനുഭവം ഉണ്ടായി. ചേമ്പിലിൽ തങ്ങി നിന്ന വെള്ളത്തുള്ളി അവളുടെ ശ്രദ്ധ ആകർഷിച്ചു. നല്ല വെള്ളം പോലെ തിളങ്ങുന്ന വെള്ളം.
മാളു ആനന്ദത്തോടു കൂടി നോക്കി നിന്നു. അത്ഭുതം! പെട്ടെന്ന് ആ വെള്ളം സംസാരിച്ചു തുടങ്ങി. പതുങ്ങിയ സ്വരത്തിൽ അത് ഇങ്ങനെ പറഞ്ഞു: വെള്ളക്കാരി, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂട്ടുകാരിയാണ്. വെള്ളത്തുള്ളിയുടെ മധുര സ്വരം കേട്ട് മാളുവിന് അതിശയമായി. അവൾ അടുത്തുള്ള ഒരു മരത്തിൽ ചാരി നിന്നു. വെള്ളത്തുള്ളി തന്റെ കഥ പറഞ്ഞു തുടങ്ങി. അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിലായിരുന്നു എന്റെ ജനനം. അന്ന് വളരെ സുന്ദരിയായിരുന്നു ഞാൻ. അതുകൊണ്ട് നക്ഷത്രങ്ങൾക്ക് പോലും എന്നോട് അസൂയ തോന്നിയിരുന്നു. പക്ഷേ ഹിമാലയയിലെ ജീവിതം അധികം നീണ്ടു നിന്നില്ല. അവിടെ നിന്നും ഞാൻ കൂട്ടുകാരുമായി വഴുതിയിറങ്ങിപ്പോയി. ഞങ്ങൾ പാറക്കൂട്ടങ്ങളിൽ ചിന്നിച്ചിതറി ഒരുപാട് കുഴികളിൽ വീണും കുഴിയിലും അതിൻ്റെതായ സുഖമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു നാൾ എനിക്ക് ഒരു ഇളക്കം നേരിട്ടു. എന്റെ മുമ്പിൽ കൂട്ടുകാർ മുന്നോട്ട് പോയതായിരുന്നു കാരണം. ഞാനും അവരോടൊപ്പം സഞ്ചരിച്ചു. എന്നിട്ട് കഥ മുഴുവൻ കേൾക്കാൻ മാളുവിന് തിടുക്കമായി. മഴത്തുള്ളി കഥ തുടർന്നു. അങ്ങനെ എത്രയോ കാലം ഞങ്ങൾ സഞ്ചരിച്ചു. ഒരു നാൾ ഞാൻ കണ്ടത് അനേകം പേർ ഒരിടത്ത് മുങ്ങിപ്പൊങ്ങുന്നതായാണ്. അവരെല്ലാം ഞങ്ങൾ ഭക്തിപൂർവ്വം ആരാധിച്ചു. എനിക്ക് അഭിമാനം തോന്നി. അപ്പോൾ നിങ്ങൾ ചെന്ന് ചേർന്നത് ഗംഗയിൽ ആയിരുന്നു അല്ലേ? ആള് ചോദിച്ചു. അതെ, ഞാൻ സന്തോഷം കൊണ്ട് അലകളിൽ മുങ്ങിയും പൊങ്ങിയും ചാടി അവിടെ ഇനിയും ജീവിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും സഞ്ചരിക്കേണ്ടി വന്നു. ഇടയ്ക്ക് ചുഴികളിൽപ്പെട്ടും വട്ടം കറങ്ങിയും വൃക്ഷങ്ങൾ പൊഴിച്ചും പൂക്കളിൽ കയറിയും വിശ്രമിച്ചും ഞാൻ ഒരുപാട് സഞ്ചരിച്ചു. സഞ്ചാരത്തിനിടയിൽ ദൂരെ നിന്നും ഒരു വലിയ ഇരുമ്പൽ കേട്ടു. ഇരുമ്പലിന്റെ മധുര ആസ്വദിച്ച് മുന്നോട്ട് പോകുകയും അത് അടുത്തു വരുന്നതായി അനുഭവപ്പെട്ടു. ഞാൻ ചുറ്റും നോക്കി. എന്തു പറയാൻ, എങ്ങും നീല നിറം. എന്റെ ശരീരത്തിൽ ഉപ്പ് രസം കലർന്നു. അലയാലും നിരയാലും ഞാൻ ആഹ്ലാദിച്ചു. അവിടെ എന്തെല്ലാം വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ്! നാനാവർണ്ണങ്ങളിലുള്ള പലതരം ജീവികളെ ഞാൻ കണ്ടു. കരയിലേക്ക് ഇരച്ചു കയറുകയും കടലിലേക്ക് തിരിച്ചു പോകുന്നു. ഒരുപാട് കാലം ഞാൻ കളിച്ചു. ഒരു ദിവസം എന്റെ ശരീരം ബെനീറ്റ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ബെനീറ്റ പോയോ? ബെനീറ്റ ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. മിസ് ഇടയ്ക്ക് വെച്ച് ക്ലാസ് കട്ടായി പോയി. ഇപ്പോഴാണ് ക്ലാസ് കിട്ടിയത്. ആർക്കേ? സന വായിച്ചേ. പേജ് നമ്പർ 36 രണ്ടാമത്തെ പാരഗ്രാഫ്. ഒരു ദിവസം സനക്ക് കേൾക്കുന്നില്ലേ? സന വായിക്കാം. അലൻ മാത്യു വായിക്കാം. വായിക്കാം. എഡ്വിൻ വായിക്കാം. സ്വരം കേട്ട് അതിശയമായി. അവൾ അടുത്തുള്ള ഒരു മരത്തിൽ നിന്നു. വെള്ളത്തുള്ളി തന്റെ കഥ പറഞ്ഞു തുടങ്ങി. അനേക വർഷങ്ങൾക്കു മുൻപ് ഹിമാലയത്തിലായിരുന്നു എന്റെ ജനനം. വളരെ സുന്ദരിയായിരുന്നു ഞാൻ. അത് നക്ഷത്രങ്ങൾക്ക് പോലും എന്നോട് അസൂയ തോന്നിയിരുന്നു. പക്ഷെ ഹിമാലയത്തിലെ ജീവിതം അധികം നീണ്ടു നിന്നില്ല. അവിടെ നിന്നു ഞാൻ കൂട്ടുകാരുമായി വഴുതി ഇറങ്ങിപ്പോയി.
ഞങ്ങൾ പാറക്കൂട്ടം വഴുതി ഇറങ്ങിപ്പോയി. ഞങ്ങൾ പാറക്കൂട്ടങ്ങളിൽ ചിതറി. ഒരുപാട് കുഴികളിൽ വീണു. പടുകുഴിയിലും അതിന്റെ താഴെ സുഖമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു നാൾ എനിക്ക് ഒരു ഇളക്കം നേരിട്ടു. എന്റെ മുൻപിലെ കൂട്ടുകാർ മുന്നോട്ട് പോയതായിരുന്നു. ഞാനും അവരോടൊപ്പം സഞ്ചരിച്ചു. ഓക്കെ മോളെ, നെക്സ്റ്റ് നിഹാര രാജേഷ്. ഓക്കെ സന, നിഹാര രാജേഷ് അവിടുന്ന് അങ്ങോട്ട് വായിച്ചേ മോളെ. എന്നിട്ട് കഥ മുഴുവൻ കേൾക്കാൻ മാളുവിന് തിടുക്കമായി. മഴത്തുള്ളി കഥ തുടർന്നു. അങ്ങനെ എത്രയോ കാലം ഞങ്ങൾ സഞ്ചരിച്ചു. ഒരു നാൾ ഞാൻ കണ്ടത് അനേകം പേർ ഒരിടത്ത് മുങ്ങിയും പൊങ്ങിയും അവരെല്ലാം ഞങ്ങളെ ഭക്തിപൂർവം ആരാധിച്ചു. എനിക്ക് അഭിമാനവും തോന്നി. അപ്പോൾ നിങ്ങൾ ചേർന്നു ചേർത്ത ഗംഗാനദി ആയിരുന്നു അല്ലേ? മാളു ചോദിച്ചു. അതെ, ഞങ്ങൾ സന്തോഷം കൊണ്ട് അലകളിൽ മുങ്ങിയും പൊങ്ങിയും ചാഞ്ചാടിയും അവിടെ ഇനിയും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അല്ലേ? വായിച്ചോ. ഒപ്പം വീണ്ടും സഞ്ചരിക്കേണ്ടി വന്നു. ഇടയ്ക്കിടെ ചുഴികളിൽ വിട്ടു. നിഹാര പറയുന്നത് വട്ടം കറങ്ങി വർഷങ്ങൾ പൊഴിഞ്ഞ പൂക്കളിൽ കയറി വിശ്രമിച്ചു. ഞാൻ ഒരു 8 സഞ്ചരിച്ചു. സഞ്ചാരത്തിനിടയിൽ ദൂരെ നിന്നും വലിയ ടെമ്പിൾ നിഹാര കേൾക്കുന്നില്ലല്ലോ. മധുരം ആസ്വദിച്ചു. ഇവിടെ മഴയാ മഴയുണ്ട്. അത് കൊണ്ട് അടുത്തു വരുന്നതിനായി അനുഭവപ്പെട്ടു. ഞാൻ ചുറ്റും എന്തു പറയാൻ, എങ്ങും നീല നിറം. എന്റെ ശരീരം ഉപ്പരസം കലർന്നു. അലയായും നുരയായും ഞാൻ ആഹ്ലാദിച്ചു. അവിടെ എന്തെല്ലാം വിസ്മയിപ്പിക്കുന്ന നന്നായി